മോളെ പാർവതി അച്ഛൻ പോണ കേട്ടാ. മക്കൾ വലുതായി കല്യാണം കഴിയുമ്പോൾ മോളെ മക്കൾ മോളത് ചോദിക്കും അപ്പൂപ്പ എവിടെയെന്ന്. അപ്പം മക്കൾ പറയണം അപ്പൂപ്പനെ ഈ ലച്ചു ചേച്ചി നികഷ്ടമായിട്ട് അടിച്ചിറക്കിയെന്ന് പറയണം. ഒരു തുള്ളി പച്ചവെള്ളം പോലും കൊടുക്കാതെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്ന് പറയണം കേട്ടാ. പറയോ? ആ പാറക്കുട്ടിക്ക് ഇപ്പൊ 5 വയസ്സിലായിട്ടുള്ളൂ. 10-20 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം ബാലച്ചൻ ഇപ്പോഴേ പറയുന്നത് എന്തോത്തിന്? ഓ അങ്ങനെ. അപ്പം 10-20 കൊല്ലം കഴിയുമ്പോൾ നീ ജീവനോടെ ഉണ്ടാവോ കളവാ എന്നല്ലേ നീ ഉദ്ദേശിച്ചേ? എന്റെ ബാലച്ച ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. നീ ചിന്തിക്കുക. നീ നിന്നാ പിന്നെ കാലുമാറ രാംകുമാരനെ മോളല്ലേ? എന്റെ പാപ്പ പാവാ. അയ്യാ സ്വന്തം പെണ്ണുമ്പാടെ അടിയിട്ടായിരിക്കാൻ വേണ്ടി എന്നെ എത്ര മാത്രം ഒറ്റ കൊടുത്തിട്ടുണ്ട് കാല് മാറിയിട്ടുണ്ടെങ്കിൽ. നീ എന്തിനാണ് അച്ഛനൊക്കെ മറുപടി കൊടുക്കാൻ നിൽക്കുന്നത്? ഇനി ഇതും പറഞ്ഞോണ്ട് നേരം വെളുക്കണ വരെ ഇവിടെ നിൽക്കും, പോവില്ല. എൻ്റെ മോള് മരുമോളത്ത് പറഞ്ഞു കേട്ടാ, എൻ്റെ അടുത്ത് മിണ്ടായിരുന്നു. ലോകത്ത് എവിടെ ഉണ്ടോ അമ്മ ഇങ്ങനെ? എവിടെ ഉണ്ട്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ എൻ്റെ അടുത്തൊന്നും പറയല്ലേ, എൻ്റെ മോള് കോപിക്കും. അച്ഛൻ ഒന്ന് പോയാച്ചാ. അല്ല ഞാൻ എന്തിനാ പോണത്? ഞാൻ എന്തിനാ പോണത്? ഞാൻ വാട കൊടുക്കണ വീടാണ്. ആര് പറഞ്ഞു? എന്റെ അമ്മ വാടക കൊടുക്കുന്ന വീട്. നിന്റെ അമ്മ ആണെങ്കിൽ അവളെന്റെ ഭാര്യയാണ്. ആ ഒരു കുഴപ്പം മാത്രമേ അവക്കുള്ളൂ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടാ. ഇവക്ക് എന്റെ സ്വഭാവമാണെന്നല്ലേ പറയാൻ വരുന്നത്? അതല്ല, മാമ ഈ ഇടയ്ക്ക് വന്നല്ല, എന്നിട്ട് 2 ദിവസം പോലും ഇവിടെ നിൽക്കാതെ പെട്ടെന്ന് പടവലത്തോടിയതിന്റെ കാരണം അറിയാമോ? എന്തുവാ? അവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ. കാരണം സ്വസ്ഥത സമാനം കിട്ടുന്ന സാധനം ഇവിടെ നിൽക്കയില്ലേ? എന്റെ ലച്ചു പോന്നു പറഞ്ഞിട്ട് എന്താടി പോവാത്തെ? അച്ഛൻ പോകുന്നില്ല അമ്മൂമ്മ, ഇങ്ങനെ സംസാരിച്ച് കറങ്ങി കറങ്ങി നിൽക്കും. ഇനി ഞാൻ പോവൂല. അത് അച്ഛൻ ബാഗ് ചെയ്തപ്പോഴേ എനിക്ക് അറിയാതെ പോവില്ല. എനക്കെല്ലാം അറിയാം. എന്നാ കേട്ടോ, നീ ഇവിടുന്ന് കുഴിപ്പള്ളത്ത് പോവാതെ ഈ പടി ഞാൻ ചവിട്ടൂല. പടി ബാലോചന ഈ വീടിന്റെ പടി ജന്മത്തി ഔട്ടൂല. അവളെ പോവും. ഇല്ലേ മഴയായിരുന്നാലും വെയിലായിരുന്നാലും നീ ഭൂകമ്പം വന്നാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അച്ഛൻ ഇവിടെ നിന്നോ, ബാ അമ്മൂമ്മ. ബാലു ഈ കയറി വാടാ. എനിക്ക് പോവേ. ബാലു അന്തസ്സുള്ളവനാണ്. ഇതേ ബാലുവിന്റെ ഭീഷ്മസവതമാണ്. ഇവിടെ തന്നെ നിൽക്കും. കുറച്ചു നേരം വെയിലത്തുനിന്ന് ഉണങ്ങുമ്പം നിന്റെ ശബദങ്ങളൊക്കെ പോവും. ഇതേ വെയിൽ കൊണ്ടാലും മഴ കൊണ്ടാലും ഉണങ്ങണ തടിയല്ല. വെയിലത്ത് മഴയത്തും മാത്രം അധ്വാനിച്ച് ഉണ്ടാക്കിയ തടിയാണത്. നീ വെയിലത്ത് മഴയത്ത് എപ്പം പണിയെടുത്ത് പോവാ. പോവേ. വാ വെച്ചേക്കട്ടെ, ഇവിടെ നിൽക്കാതെ വാ. എടി നീ എപ്പോഴാ വരുന്നേ? ഇവിടെ അച്ഛനും മോളും കൂടെ ഭയങ്കര വഴക്കാ. എനിക്ക് വയ്യ പിടിച്ചു മാറ്റാനൊന്നും. ആ വേണ്ട, നിന്റെ മോള് വന്നു, നീ തന്നെ ചോദിരാ അവളോട്. എന്താ അമ്മ? അതാ, അതൊന്നുമില്ല, നിസ്സാര പ്രശ്നം. എൻ്റെ അമ്മ അങ്ങനെ വഴക്കിട്ട് ഇറങ്ങി പോയതല്ല. അച്ഛൻ സാധാരണ വീട്ടിൽ നിന്ന് പോകാറുണ്ടല്ലോ, അതുപോലെ പോയതാ. അമ്മൂമ്മയ്ക്ക് ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. ആ ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ അമ്മൂമ്മയ്ക്ക് കൊടുക്കാം. ഹലോ. സാരമില്ലെന്നോ? ഇത് വല്ലാത്ത രീതിയായിപ്പോയി. നീ എപ്പോഴാ വരുന്നേ അത് പറ. ശരി ശരി. ഡി അവനെന്തേ? അച്ഛൻ അപ്പുറത്ത് ഇപ്പുറത്ത് എങ്ങനെ നിൽക്കണ്ടാവും. എടി അവനൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ പോയി നോക്കിയാലോ? എന്തിന്? അതിൻ്റെ കാര്യമൊന്നുമില്ല, വിശക്കുമ്പോൾ കയറൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് നീ നിന്റെ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നത്. ഓ ഞാൻ എപ്പോഴും കേൾക്കുന്നത് അതാ പറഞ്ഞു, ഇവിടുത്തെ സ്ഥിരം അമ്മൂമ്മേ, വലിയ പ്രശ്നമൊന്നുമില്ല. എടി കൊച്ചേ, നീ ചെന്ന് അവനെ വിളിച്ചേ. എന്തിനാ അമ്മൂമ്മേ? ഇപ്പൊ പോയി വിളിച്ചു കഴിഞ്ഞാൽ അച്ഛന് ഡിമാൻഡ് കൂടും. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. നീ ബാ, നമുക്ക് പോയി വിളിച്ചോണ്ട് വരാം. പിന്നെ ഞാനൊന്നുമില്ല. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. പടിയില് ചവിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് കിടക്കുന്ന ബാലു പറഞ്ഞാണ്. പടി ചവിട്ടൂല, കാലോടെ നോക്കടി. എടാ നീ അകത്തോട്ട് വാ. ബാലിച്ച കേറി വാ. അതെ, ഞാൻ ആരെന്ന് വിചാരിച്ച് നിനക്കാ തോന്നുമ്പോൾ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാനും വിളിക്കുമ്പോൾ വരാനും എന്നാ കിട്ടൂല. ഞാൻ വേറെ ആറാ നോക്ക്. പടി ചവിട്ടില്ലെന്ന് പറഞ്ഞാൽ ബാലു പടി ചവിട്ടൂല. ഞാൻ പറഞ്ഞല്ലേ അമ്മൂമ്മ അച്ഛനെ വിളിക്കണ്ടെന്ന്. വിളിച്ചു കഴിഞ്ഞാലേ അച്ഛൻ്റെ ഷോ കൂടത്തേ ഉള്ളൂ. അമ്മൂമ്മ വാ. വളർന്നുപോയി, തലയ്ക്ക് മോളി വളർന്നുപോയി. നീ ഒന്ന് അടങ്ങി ലച്ചു. മാമി അവൾ പറയണ്ടെന്ന് പറഞ്ഞാലേ അവൾ പറയും. അവൾ അടങ്ങൂല. കാരണം അവൾ മാമിയെ കണ്ടാണ് പഠിച്ചത്. ഓഹോ, ഇപ്പൊ കറങ്ങിത്തിരിഞ്ഞ് എന്റെ നെഞ്ചത്തോട്ടാന്നോ? നീ എന്തെങ്കിലും കാണീര്. നീ ഇങ്ങോട്ട് വാലിച്ചു. എന്തേ മരുമോനെ വിളിക്കുന്നില്ലേ? അതെ, യവനെ വിളിക്കാൻ വന്ന എന്നെ ആദ്യം അടിക്കണം. ചെല്ല്, പടവലത്തോട്ട് ചെല്ല്. അവിടെ ഒരാൾ കാത്തിരിപ്പുണ്ട്. വിളിച്ചിട്ട് പോയില്ലല്ല, അവിടെ ചെന്ന് അടി വാങ്ങി. എൻ്റെ അമ്മ, എൻ്റെ മക്കളെല്ലാവരും കൂടെ എന്നെ അടിച്ച് പുറത്താക്കി. ദാഹിച്ച പച്ചവളരെ തന്നിട്ടില്ല, എന്നെ അടിച്ച് പുറത്താക്കി. നിങ്ങൾ കാണില്ല എന്നെ.
എൻ്റെ അമ്മ അറിഞ്ഞാണ്ടല്ല ഒരു ചങ്കോട്ടി ചാകും. അപ്പൊ പിന്നെ അമ്മൂമ്മ അറിഞ്ഞാണ്ടല്ലോ അച്ഛനെ ചങ്കടിച്ച് കലക്കും. ചേച്ചി തമാശയൊക്കെ കുഴിപ്പടത്ത് മതി, ഇവിടെ വേണ്ടട്ടാ, കുഴിപ്പടത്ത് മതി. അച്ഛൻ പഠിച്ച പണി 18 നോക്കിക്കോ, ലച്ചോ ഈ പടി ക്രോസ് ചെയ്യില്ല. കാണാം ബാലു എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. ബാലുവിന്റെ മോള് തന്നെയല്ലേ ഞാനും, എന്നെ അച്ഛന് ശരിക്കും അറിയാൻ പാടില്ല. അമ്മൂമ്മ വാ അമ്മൂമ്മ. നിങ്ങൾ എന്തായാലും വായിലെ കുതിനെ പോലെ വല്ല മിഴിച്ചു പോയിക്കൊണ്ടിരിക്കണത്. അല്ല നീ എത്രത്തോളം പോകുമെന്ന് ഞാൻ നോക്കിയായിരുന്നു. അവള് ഇവിടുന്ന് എന്ന് പോവോ അതുവരെ പോവും. ഞാൻ ചോദിക്കട്ടെ, ലച്ചുവാ കൊച്ച് അതാ നീയാ കൊച്ചിവിടെ? ഓയ് നിന്ന നിപ്പിന് മറുകണ്ടോ ചേർന്ന് നിങ്ങളുടെ തിരികെ സംസാരിക്കാനൊന്നുമില്ല കേട്ടാ. ചേച്ചി പോവാത്ത നോക്ക്, ഞാൻ പഠിച്ച വിട്ടില്ല, നോക്ക് പോവേ.